ഹായ് കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴമയുടെ രുചിയുള്ള ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി. ഇതിനായിട്ട് ഞാൻ ചുവന്ന ഉള്ളി ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെയും തൊലി കളഞ്ഞെടുത്ത് നന്നായി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ചതച്ചെടുക്കാം. ഇടിക്കല്ലിൽ തന്നെ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പഴയൊരു റെസിപ്പിയല്ലേ, അപ്പോൾ മിക്സി ഒന്നും എടുത്തില്ല, ഇടിക്കലിൽ തന്നെ ചതച്ചെടുക്കുകയാണ്. ഓരോ ഉള്ളി ഇട്ടിട്ട് ചതച്ചെടുത്താൽ വേഗം പുറത്തേക്കൊന്നും പോവാതെ നമുക്കത് ചതച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതേ പാകത്തിൽ ഞാൻ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇതിൽ വേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല മൂത്ത മണം വരണ വരെ വഴറ്റിയെടുക്കുക. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പിഴിഞ്ഞൊഴിക്കുന്ന പുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാമ്പാറിലൊക്കെ പിഴിഞ്ഞൊഴിക്കില്ലേ, ആ പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചതച്ച മുളകാണ് കേട്ടോ. ഇതൊരു 1/2 ടീസ്പൂൺ മുളക് ഞാൻ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലെ മുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈസ്റ്റേണിൻ്റെ മുളക് പൊടിയായിരുന്നു, നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ പുളിയും ഉള്ളിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം നല്ല ഉള്ളി മൂത്ത മണം മൂക്കിലടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് നല്ല വേവിച്ച ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ മട്ടരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ വെളുത്ത അരിയായിട്ടാണ് കാണുന്നത്. ഇത് ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറൊന്നും ഉടഞ്ഞു പോവാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു നല്ല പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം എന്താ പറയുക, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു വറുത്ത മീനോ ഉണക്കമീനായാലും മതി, നല്ല രുചിയാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടെ കഴിക്കാൻ ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ലഞ്ചിന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക, അവരും കഴിക്കട്ടെ. ഇതിൻ്റെ രുചി എന്താണെന്ന് അവരും കൂടി അറിയട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.